ലക്ഷ്മിയുടെ മിഴികൾ ഈറനണിഞ്ഞു. അവൾ വിറയ്ക്കുന്ന സ്വരത്തിൽ ചോദിച്ചു, സാർ സാർ എന്തീ പറയുന്നത്? എന്നെപ്പോലെ ഭാഗ്യം കെട്ട ഒരാളെ എന്തിനാ സാർ? അവളുടെ വാക്കുകൾ പൂർത്തിയാക്കാൻ ദേവ് സമ്മതിച്ചില്ല. അവൻ അവളുടെ തോളിൽ കൈവച്ച് മൃദുവായി ഒന്നമർത്തി. ഭാഗ്യം കെട്ടവളെന്ന് ഇനി ഒരിക്കൽ കൂടി പറയരുത് ലക്ഷ്മി. തൻ്റെ ജീവിതത്തിൽ ആഗ്രഹിച്ചതൊന്നും നടന്നിട്ടില്ലെന്ന് പറഞ്ഞില്ലേ? പക്ഷെ ഇനി മുതൽ താൻ ആഗ്രഹിക്കുന്നതെല്ലാം നടത്തിത്തരാൻ ഒരാൾ കൂടെ ഉണ്ടാകും. സാറല്ല ലക്ഷ്മി, തൻ്റെ ദേവാണ്, തൻ്റെ ദേവേട്ടൻ. തൻ്റെ പാതിയാവാൻ ആഗ്രഹിക്കുന്ന, നിഴലായി കൂടെ ഉണ്ടാവാൻ പോകുന്ന നിന്റെ ദേവ്. ലക്ഷ്മി പെട്ടെന്ന് അവനിൽ നിന്ന് ഒരടി പിന്നോട്ട് മാറി. അവളുടെ ആ മാറ്റം ദേവിനെ വല്ലാതെ തളർത്തി കളഞ്ഞു. അവന്റെ മനസ്സിൽ ഒരു നിമിഷത്തേക്ക് ഭയം നിറഞ്ഞു. ഇനി ലക്ഷ്മിയുടെ മനസ്സിൽ മറ്റാരെങ്കിലും ഉണ്ടാവോ? അതോ തന്നെ അവൾക്ക് ഇഷ്ടല്ലേ എന്നൊരു ചിന്ത അവന്റെ മനസ്സിലൂടെ കടന്നുപോയി. അവൻ അവളുടെ മുഖത്തേക്ക് വെപ്രാളത്തോടു കൂടി നോക്കി. എന്തൊക്കെയാ സാർ ഈ പറയുന്നേ? എന്നെപ്പോലെ ഒരാളെ സാറിന് ഒരിക്കലും പറ്റില്ല. അവളുടെ ശബ്ദം ഇടറുന്നുണ്ടായിരുന്നു. ദേവ് മറുപടി പറയാൻ തുടങ്ങും മുമ്പ് അവൾ തുടർന്നു. വാക്കുകൾ ഒരണക്കെട്ട് പോലെ പുറത്തേക്ക് വന്നു. അത്രയും കാലം അവൾ മനസ്സിന്റെ ഉള്ളിൽ ഒളിപ്പിച്ചു വെച്ച വിഷമങ്ങളായിരുന്നു, ചിന്തകൾ ആയിരുന്നു പുറത്തേക്ക് വന്നത്. സാറിന് ആദ്യമൊക്കെ തോന്നും സാറിന് എന്നെ ഇഷ്ടമാണെന്ന്, ഞാൻ സാറിന് ഓക്കെ ആണെന്ന്. പക്ഷേ പിന്നെ അത് തെറ്റാണെന്ന് സാറിന് തന്നെ തോന്നും. സാറിന് ഒരിക്കലും ചേരാത്തവളാണെന്ന് ഞാൻ. ആ സമയം എന്നോട് പുച്ഛമായിരിക്കും, വെറുപ്പായിരിക്കും. എനിക്കറിയാം. എനിക്ക് ഒരാളോടും നേരെ ചൊവ്വെ സംസാരിക്കാൻ അറിയില്ല, അടുത്ത് ഇടപഴകാൻ അറിയില്ല, പെരുമാറാൻ അറിയില്ല. ഞാൻ സാറ് പ്രതീക്ഷിക്കുന്ന പോലെ ഒരു പെൺകുട്ടി ആവില്ല, നല്ല ഭാര്യ ആവില്ല. ഇന്നത്തെ കാലത്തെ ഫാഷനോ രീതികളോ അതിനെപ്പറ്റിയൊന്നും എനിക്കറിയില്ല. ഇപ്പോഴത്തെ ജെൻസി പിള്ളേരുടെ ഭാഷയിൽ പറഞ്ഞാൽ ഞാനൊരു കണ്ണാപ്പിയാണ്. വീട്ടിലുള്ളവർ അടക്കം ഒതുക്കും പഠിപ്പിച്ചിട്ടേ എന്നെ വെറുമൊരു മൺപാവയാക്കി മാറ്റി. ആഗ്രഹിച്ച ഒന്നും നേടിത്തരാതെ ആഗ്രഹങ്ങളെ മാറ്റിവെക്കാൻ പഠിപ്പിച്ച് എനിക്ക് ഒരു കഴിവും ഒരു ആഗ്രഹങ്ങളും ഇല്ലാതാക്കിപ്പിച്ചു. അവസാനം അതൊക്കെ എൻ്റെ കുറ്റമാക്കി. അവളുടെ മിഴികൾ നിറഞ്ഞു. പഴയകാലത്തെ ആ മുറിവ് അവൾ ആദ്യമായി ഒരാൾക്ക് മുന്നിൽ തുറന്നു കാട്ടി. സാർ, എനിക്ക് കുഞ്ഞുനാൾ മുതൽ ഒരാളെ ഒരുപാട് ഇഷ്ടമായിരുന്നു എന്ന് പറഞ്ഞാൽ ചെറുപ്പത്തിൽ എല്ലാവരും കൂടി ആ ഇഷ്ടം എന്നിൽ അടിച്ചേൽപ്പിച്ചു, ഇല്ലെങ്കിൽ അയാളെ ഇഷ്ടപ്പെടാൻ പഠിപ്പിച്ചു എന്ന് വേണമെങ്കിൽ പറയാം. വീട്ടുകാർ പറയുന്നത് അതേപോലെ അനുസരിക്കുന്ന, വാശി ഒട്ടും കാണിക്കാത്ത, തർക്കുത്തരം ഒന്നും പറയാത്ത ഞാൻ അത് വൃത്തിയായി പഠിച്ചു. അവൾ പുച്ഛത്തോടു കൂടി പറഞ്ഞു. എന്നാൽ അയാൾക്ക് എന്നെ ഇഷ്ടമാണ് എന്ന് തന്നെയാണ് ഞാനും കരുതിയത്. അല്ല, നാട്ടിലുള്ള കാലം വരെ അയാളും എന്നോട് അങ്ങനെ തന്നെയാണ് പെരുമാറിയത്. എന്നാൽ പുറത്ത് പഠിക്കാൻ പോയി തിരിച്ചെത്തിയപ്പോൾ ആള് ആകെ മാറി. അയാൾക്ക് എൻ്റെ രീതികളൊന്നും ഇഷ്ടപ്പെടാതായി. ഞാൻ അയാൾക്ക് ചേർന്നതല്ല എന്ന തോന്നൽ അയാളുടെ മനസ്സിൽ മെല്ലെ വളരാൻ തുടങ്ങിയിരുന്നു. ഒരു ദിവസം അയാളുടെ അമ്മയോട് പറയുന്നത് ഞാൻ കേട്ടു. ഈ നാട്ടിൻപുറത്തുകാരിയെ അയാളുടെ ജീവിതത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോയാൽ കൂട്ടുകാർ കളിയാക്കുമെന്ന്, അയാളുടെ സ്റ്റാൻസസിന് ഞാൻ ചെയ്തില്ലെന്ന്, അയാൾക്ക് എന്നെ കെട്ടിയ കുറച്ചിലാവുമെന്ന്. അയാൾ ആഗ്രഹിക്കുന്നത് ശ്രീലക്ഷ്മിയേക്കാൾ ബെറ്ററായ ശ്രീദേവിയാണെന്ന്. അയാൾ ആഗ്രഹിച്ച പോലെ ഒരു ഭാര്യയാവാൻ അവൾക്കേ സാധിക്കുള്ളൂ എന്ന്. അതുകൊണ്ട് എന്നെക്കാൾ സ്മാർട്ടും വിവരമുള്ള എൻ്റെ അനിയത്തിയാണ് അയാൾ കെട്ടാൻ തീരുമാനിച്ചത്. അന്ന് ഞാൻ അനുഭവിച്ചൊരു വേദനയുണ്ടല്ലോ, വിവരിക്കാനൊന്നും പറ്റില്ല സർ വാക്കുകളുകൊണ്ട്. കാരണം എന്തെന്നറിയോ? കുഞ്ഞുനാൾ മുതൽ പഠിപ്പിച്ചത് എനിക്ക് പെട്ടെന്ന് മാറ്റാൻ പറ്റിയില്ല. അതാ എൻ്റെ ആഗ്രഹങ്ങളെല്ലാം അയാളെ ചുറ്റിപ്പറ്റിയായിരുന്നു ഞാൻ നെയ്ത് കൂട്ടിയത്. എന്നാൽ ഇപ്പം അങ്ങനെയൊന്നും അല്ല കേട്ടോ. എൻ്റേതല്ലെന്ന ബോധം എനിക്ക് നല്ലോണം ഉണ്ട്. അതുകൊണ്ടിപ്പോൾ വേദനയില്ല. എന്നാൽ അവൾ പറയുന്നത് നിർത്തി. എന്നിട്ട് കൈകൾ കൂട്ടിപ്പിടിച്ച് വിറയലോടെ അവനെ നോക്കി. ഇപ്പോൾ വീണ്ടും സ്നേഹിക്കാൻ തുടങ്ങിയാൽ, അത് നമ്മൾ രണ്ടുപേരും പരസ്പരം സ്നേഹിക്കാൻ തുടങ്ങിയാൽ, സാറിന് എന്നെ മടുത്ത് എന്നെ വിട്ടു പോയാൽ എനിക്കത് താങ്ങാനാവില്ല. എനിക്കത് ഇരട്ടി വിഷമമാവും, ഇപ്പോഴത്തേക്കാൾ കൂടുതൽ.
ഇന്നാളിൽ ചിലർ പറഞ്ഞു പഠിപ്പിച്ച ചെറിയൊരു മോഹം നഷ്ടപ്പെട്ടപ്പോൾ ഉണ്ടായ വേദനയെക്കുറിച്ച് ഞാൻ പറഞ്ഞില്ലേ? അപ്പോൾ ഞാൻ ആത്മാർത്ഥമായി സ്നേഹിച്ച ഒരാൾ വിട്ടുപോയാൽ എൻ്റെ കാര്യം പറയണോ? അതുകൊണ്ട് പ്ലീസ് സർ, ആലോചിച്ചിട്ട് മാത്രം എന്നോടിത് പറഞ്ഞാൽ മതിയായിരുന്നു. എനിക്ക് സാറിനെ വിശ്വാസമില്ലാത്തതുകൊണ്ടല്ല, പക്ഷെ എൻ്റെ അനുഭവങ്ങളാണ് എന്നെ ഇത് പറയാൻ കാരണമാക്കിയത്. ഇത് തന്നെയാണ് എന്നെ പറഞ്ഞ് പഠിപ്പിച്ചത് ഞാൻ ആഗ്രഹിക്കുന്നത് ഒന്നും കിട്ടില്ലെന്ന്. അത്രയും പറഞ്ഞു നിർത്തിയപ്പോൾ അവൾ ആകെ തളർന്നു പോയിരുന്നു. സങ്കടം കടിച്ചമർത്താൻ ശ്രമിക്കുമ്പോഴും അവളുടെ ചുണ്ടുകൾ വിറയ്ക്കുന്നുണ്ടായിരുന്നു. ലോകം മുഴുവൻ തന്നെ തള്ളിക്കളഞ്ഞപ്പോൾ തോന്നിയ അതേ ഏകാന്തത ആ നിമിഷം അവളെ പൊതിഞ്ഞു. പക്ഷെ ഇതെല്ലാം കേട്ടിരുന്ന ദേവ് അവളെ നോക്കിയത് സഹതാപത്തോടെ ആയിരുന്നില്ല, മറിച്ച് അടക്കാനാവാത്ത പ്രണയത്തോടെയായിരുന്നു, സ്നേഹത്തോടെയായിരുന്നു. അവളുടെ ഉള്ളിലെ മുറിവുകൾ എത്ര ആഴത്തിലുള്ളതാണെന്ന് അവൻ മനസ്സിലാക്കുകയായിരുന്നു ആ നിമിഷം. ലക്ഷ്മിയുടെ വാക്കുകളിൽ നിന്ന് അവളുടെ ഉള്ളിലെ അരക്ഷിതാവസ്ഥ അവന് മനസ്സിലായി. ആ പാടവരമ്പത്തെ തണൽമരത്തിന് താഴെ അവൻ അഭിമുഖമായി നിൽക്കുന്ന അവളുടെ മുഖത്തെ ഇരു കൈകൾ കൊണ്ടും അവൻ പൊതിഞ്ഞു. ആ നിമിഷം ശ്രീലക്ഷ്മി അവൻ്റെ കണ്ണിലേക്ക് നോക്കി. അവൻ്റെ കണ്ണുകളിൽ അലിവുണ്ടായിരുന്നു, അതിലേറെ ആത്മവിശ്വാസവും. സ്പർശനത്തിൽ ഒരു വലിയ സംരക്ഷണത്തിൻ്റെ കരുതലും ഉണ്ടായിരുന്നു. അവനൊന്ന് അവളെ നോക്കി പുഞ്ചിരിച്ചു. ലക്ഷ്മി, എടോ, ഞാനൊരു കാര്യം പറയട്ടെ. പഴയ കാര്യങ്ങളെ മാറ്റാൻ നമുക്കൊരിക്കലാവില്ല, അത് കഴിഞ്ഞുപോയി, അത്രയേ ഉള്ളൂ. പക്ഷേ പുതിയൊരു ജീവിതത്തെ മനോഹരമാക്കി കെട്ടിയുയർത്താൻ നമുക്ക് സാധിക്കും. തൻ്റെ മനസ്സിലെ മുറിവുകൾ എനിക്ക് മനസ്സിലാക്കാൻ പറ്റുന്നതേ ഉള്ളൂ. അതിൽ തന്നെ കുറ്റം പറയാനില്ല. പക്ഷേ തനിക്ക് സംസാരിക്കാൻ അറിയില്ലെന്നോ പെരുമാറാൻ അറിയില്ലെന്നോ പറയുന്നത് വെറും പൊട്ടത്തരാടോ. താൻ ആരാണ്? തനിക്കറിയാലോ. താനൊരു ടീച്ചറാണ് ലക്ഷ്മി. നൂറുകണക്കിന് കുട്ടികൾക്ക് അറിവ് പകർന്നു കൊടുക്കുന്ന ഒരാൾ, അവർക്ക് ആത്മവിശ്വാസം പകർന്നു കൊടുക്കേണ്ട ആൾ. ആ ആള് തന്നെ ഇങ്ങനെ ആയാൽ അത് ശരിയാവോ? താൻ ആഗ്രഹിച്ച ജോലി ശരിയായി ചെയ്യാൻ തനിക്കാവോ? മറ്റുള്ളവർ തൻ്റെ മേൽ അടിച്ചേൽപ്പിച്ച വെറും നുണക്കഥകളാണ് തനിക്ക് തൻ്റെ ഇടവില്ല, തന്നെ കൊണ്ടൊന്നും ആവില്ല എന്ന്. അവർക്ക് മുമ്പിൽ തോറ്റു കൊടുക്കണോ താൻ? ഒരു ചെറിയ പുഞ്ചിരിയോടെ അവളുടെ കണ്ണുകളിലേക്ക് നോക്കിക്കൊണ്ട് തുടർന്നു. പിന്നെ എനിക്ക് തന്നെ മടുക്കുമെന്ന് താനാണോടോ തീരുമാനിക്കുന്നത്? അവൻ ശ്രീലക്ഷ്മിയോട് ചോദിച്ചു. ഈ ദേവപ്രഭാകർ ഒരാളെ സ്നേഹിച്ചു തുടങ്ങിയാലേ അത് അവൻ്റെ ജീവശ്വാസം വരെ നിലനിൽക്കുന്നതാണ്. എന്നോട് ആത്മാർത്ഥത കാണിച്ചാൽ, എന്നെ സ്നേഹിച്ചാൽ അതിൻ്റെ ഇരട്ടിയായി ഞാൻ അവർക്ക് തിരിച്ചു കൊടുക്കും. ഇത് വാക്കുകളിലല്ല, എൻ്റെ പ്രവൃത്തിയിലൂടെ എന്നെ തനിക്ക് മനസ്സിലാകും. താനിപ്പോൾ എന്നെ സ്നേഹിക്കണ്ട, പകരം ഞാൻ തന്നെ സ്നേഹിച്ചോളാം. നമുക്ക് കുറച്ചു കാലം കൂടി ഇങ്ങനെ മുന്നോട്ട് പോവാം. ആ ദിവസങ്ങളിൽ ഒരു തവണയെങ്കിലും തനിക്കെന്നിൽ വിശ്വാസം വരും. തന്നെ വിട്ട് ഈ ദേവ് ഒരിക്കലും പോകില്ല എന്ന വിശ്വാസം. എന്നും എപ്പോഴും തന്നെ ചേർത്ത് പിടിക്കുമെന്നും ഒരിക്കലും തൻ്റെ രൂപം കൊണ്ടോ തൻ്റെ സംസാരം കൊണ്ടോ തൻ്റെ സ്നേഹത്തെ അളക്കില്ല എന്നും. ഏത് വിശ്വസുന്ദരി വന്ന് മുമ്പിൽ നിന്നാലും ഈ ദേവ് എൻ്റെ ശ്രീലക്ഷ്മിയെ മാത്രം പരിഗണിക്കൂ എന്ന വിശ്വാസം എന്ന് വരുന്നോ അന്ന് ഞാൻ തന്നെ താലികെട്ടി സ്വന്തമാക്കും. എങ്കിൽ ഒരു പക്ഷേ തനിക്ക് എന്നെ ഒരു തരത്തിലും അംഗീകരിക്കാനാവുന്നില്ലെങ്കിൽ പിന്നെ മറുവാക്ക് പറയാതെ തൻ്റെ ജീവിതത്തിൽ നിന്ന് ഞാൻ ഇറങ്ങിപ്പോവും, ഒരിക്കലും ഒരു തടസ്സമാവാതെ. എന്നാൽ അതുവരെ തനിക്ക് വേണ്ടി കാത്തിരിക്കാൻ, തന്നെ സ്നേഹിക്കാൻ, തന്നെ പ്രണയിക്കാനൊക്കെ എനിക്കൊരു ചാൻസ് ആടോ? ദേവ് ശ്രീലക്ഷ്മിയുടെ മുഖത്ത് നോക്കിക്കൊണ്ട് ചോദിച്ചു. ബാക്കി നടക്കാൻ പോകുന്നത് നമുക്ക് അടുത്ത പാട്ടിൽ കാണാട്ടോ ഗൈസ്. ഇഷ്ടമായ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ, കമൻറ്റ് ചെയ്യണേ. താങ്ക്സ് ഫോർ വാച്ചിങ്.